ഇനി ചാർജും മാസും തമ്മിലുള്ള കുറച്ച് ഡിസിമിലാരിറ്റീസ് നോക്കാം, ഡിഫറൻസസ് നോക്കാം. 2 പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ ചാർജും രണ്ടാമത്തെ കോളത്തിൽ മാസുമാണ് എഴുതിയിരിക്കുന്നത്. ചാർജിൻ്റെ കീഴിൽ ഇലക്ട്രിക് ചാർജ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. അതായത് ചാർജിന് വേണമെങ്കിൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ സീറോയും ആകാം. പക്ഷേ മാസ് എപ്പോഴും എന്തായിരിക്കും? ഒരു ബോഡിയുടെ മാസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നോക്കാം നമുക്ക്. കുറച്ച് ഇലക്ട്രോണുകളെ ഒരു ബോഡിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ബോഡി എന്ത് ചാർജ് ഉള്ളതായിട്ട് മാറും? പോസിറ്റീവ് ചാർജ് ഉള്ളതായിട്ട് മാറും. കുറച്ച് ഇലക്ട്രോൺസിനെ കൊടുത്തു കഴിഞ്ഞാലോ ആ ബോഡി നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ട് മാറും. ഇനി ആ ബോഡിയിൽ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആണ് ഉള്ളതെങ്കിലോ ആ ബോഡിയുടെ ചാർജ് 0 ആയിരിക്കും. ഇതാണ് ആദ്യത്തെ പോയിന്റിൻ്റെ മീനിങ്. ഇലക്ട്രിക് ചാർജിന് വേണമെങ്കിൽ പോസിറ്റീവ് ആകാം, വേണമെങ്കിൽ നെഗറ്റീവ് ആകാം, അതുമല്ലെങ്കിൽ സീറോയും ആകാം. പക്ഷേ ഒരു ബോഡിയുടെ മാസ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് നമുക്ക് ഒരിക്കലും ആകില്ല. ഇനി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ബോഡിയുടെ മാസ് 0 ആണെങ്കിൽ ആ ബോഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഒരു ബോഡി ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് എന്തുണ്ടായിരിക്കും? മാസ് ഉണ്ടായിരിക്കും. ആ മാസ് എപ്പോഴും പോസിറ്റീവും ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവും ആയിരിക്കില്ല, ഒരിക്കലും 0 ആകാൻ കഴിയുകയുമില്ല. പക്ഷേ ചാർജിന് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. രണ്ടാമത്തെ പോയിന്റ്, ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇലക്ട്രിക് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് അത് വൺ ഓഫ് ദി ബേസിക് പ്രോപ്പർട്ടി ആയിരുന്നു. Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n ഇൻറ്റു ഇ. Q എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ ചാർജ് ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോണിനെ കൊടുത്തു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ അതിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന നമ്പറാണ്, ഒരു ഇൻറ്റീജർ ആണ്. 0 ആകാനായിട്ട് പറ്റില്ല, ഫ്രാക്ഷൻ ആകാനായിട്ടും പറ്റില്ല. 1, 2, 3, 4 എന്നിങ്ങനെയാണ് എന്നിൻ്റെ വാല്യൂസ് നമുക്ക് എടുക്കാനായി സാധിക്കുള്ളൂ. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ആണ്. പ്ലസ് ഓർ മൈനസ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളം. ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എടുക്കാം, ഒരു പ്രോട്ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവും എടുക്കാം. ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. പക്ഷേ മാസിൻ്റെ കീഴിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ക്വാണ്ടൈസേഷൻ ഓഫ് മാസ് ഈസ് നോട്ട് യെറ്റ് എസ്റ്റാബ്ലിഷ്ഡ്. അതായത് ഇതുവരെ മാസുമായി ബന്ധപ്പെട്ട ഒരു ക്വാണ്ടൈസേഷൻ നിലവിൽ വന്നിട്ടില്ല. m ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n ഇൻറ്റു എനിത്തിങ്. എന്തെങ്കിലും ഒരു കാര്യം ഇതുവരെ ഒരു ഇക്വേഷനിലും ഇതുവരെ കണ്ടതായിട്ട് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ക്വാണ്ടൈസേഷൻ ഓഫ് മാസ് ഈസ് നോട്ട് യെറ്റ് എസ്റ്റാബ്ലിഷ്ഡ്. പക്ഷേ ചാർജുമായി ബന്ധപ്പെട്ട ക്വാണ്ടൈസേഷൻ ഓൾറെഡി നിലവിലുണ്ട്. ഇക്വേഷനാണ് Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n. ഇതാണ് ചാർജും മാസും തമ്മിലുള്ള ആദ്യത്തെ 2 ഡിസിമിലാരിറ്റീസ്. ചാർജും മാസും തമ്മിലുള്ള അടുത്ത ഡിസിമിലാരിറ്റിയാണ് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് ക്യാൻ ബി എയ്തർ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ഫോഴ്സ് ബിറ്റ്വീൻ 2 മാസസ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. അതായത് 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് വേണമെങ്കിൽ അട്രാക്റ്റീവ് ആകാം, അതുമല്ലെങ്കിൽ റിപ്പൾസീവ് ആകാം. 2 പോസിറ്റീവ് ചാർജുകളാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവർ തമ്മിൽ എന്തു ചെയ്യും? റിപ്പല് ചെയ്യും. അല്ലെങ്കിൽ 2 നെഗറ്റീവ് ചാർജുകളാണ് കൊണ്ടുവരുന്നതെങ്കിലോ അവരും റിപ്പൽ ചെയ്യും. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവുമാണെങ്കിലോ അവർ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അതായത് ചാർജുകൾ തമ്മിൽ വേണമെങ്കിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകാം. അതാണ് ആദ്യത്തെ പോയിന്റ്. ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് ക്യാൻ ബി എയ്തർ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് വേണമെങ്കിൽ അട്രാക്റ്റീവ് ആകാം, അതുമല്ലെങ്കിൽ റിപ്പൾസീവ് ആകാം. പക്ഷേ 2 മാസുകൾ തമ്മിലുള്ള ഫോഴ്സ്, ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ്. അതായത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് 2 മാസുകൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനുള്ളൊരു ഇക്വേഷനൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. 2 ഒബ്ജക്റ്റുകൾ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസാണ് m1, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസാണ് m2.
ഈ രണ്ട് ഒബ്ജക്റ്റുകളും തമ്മിൽ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ഇടയിൽ എന്തുണ്ടായിരിക്കില്ല? റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് ക്യാൻ ബി എയ്തർ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്, ബട്ട് ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്. ചാർജും മാസും തമ്മിലുള്ള ഡിസിമിലാരിറ്റീസിൽ അവസാനത്തെ പോയിന്റാണ്. Charge does not depend upon velocity of the body, but mass of the body increases with its velocity. ഇതൊരു പക്ഷേ നമുക്ക് പുതിയൊരു അറിവായിരിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ കൊണ്ടുവന്ന ഒരു തിയറിയാണിത്. അതായത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണെന്നാണ്. വെയിറ്റ് ആണ് മാറുക, മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണെന്നാണ്. പക്ഷേ മാസ് മാറാൻ സാധിക്കും, മാസിന് മാറാൻ സാധിക്കും. ആർക്കനുസരിച്ച്? വെലോസിറ്റിക്ക് അനുസരിച്ച് മാറാൻ സാധിക്കും. പക്ഷേ ആ വെലോസിറ്റിക്ക് അനുസരിച്ച് ആരും മാറില്ല, അതേ ബോഡിയുടെ തന്നെ ചാർജ് മാറുകയില്ല. ചാർജ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ വെലോസിറ്റി ഓഫ് ദി ബോഡി. ഇപ്പോൾ ഈ മാർക്കറിന് ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ മാർക്കർ എത്രത്തോളം വെലോസിറ്റിയിൽ പോയാലും ഈ മാർക്കറിൻ്റെ ചാർജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഈ മാർക്കറിൻ്റെ മാസ് വെലോസിറ്റിക്ക് അനുസരിച്ച് മാറും. എങ്ങനെ മാറും? വെലോസിറ്റി കൂടുന്തോറും മാസും കൂടി വരും. ചാർജ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ വെലോസിറ്റി ഓഫ് ദി ബോഡി. ഈ ബോഡി അതല്ലെങ്കിൽ ഈ മാർക്കറിൻ്റെ ചാർജ് ഇതിൻ്റെ വെലോസിറ്റിയുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ ബോഡി, ഈ മാർക്കർ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റിക്ക് അനുസരിച്ച്, ഈ മാർക്കറിൻ്റെ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് മാർക്കറിൻ്റെ മാസും ഇൻക്രീസ് ചെയ്ത് വരും. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസാണ്. എപ്പോഴുള്ള മാസാണ്? ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള മാസാണ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള മാസാണ് എം. ഈക്വൽ ടു m0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. എം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂവിങ് മാസാണ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള അതിൻ്റെ മാസാണ് എം എന്ന് പറയുന്നത്. ഈക്വൽ ടു m0. m0 എന്ന് പറയുന്നത് എന്താണ്? ആ ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ ഉള്ള മാസാണ്. ഡിവൈഡഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ. വി സ്ക്വയറിലത്തെ വി എന്ന് പറയുന്നത് എന്താണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഉള്ള വെലോസിറ്റി, അതാണ് വി. ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. സി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ വാക്വം, അതല്ലെങ്കിൽ ഫ്രീ സ്പേസ്. ഇത്രയേ ഉള്ളൂ. ഒരു ബോഡിയുടെ മാസ് അതിൻ്റെ വെലോസിറ്റിക്ക് അനുസരിച്ച് മാറും. വെലോസിറ്റി കൂടുന്തോറും മാസും കൂടി വരും. അങ്ങനെ എത്രത്തോളം മാസ് കൂടി എന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ റെസ്റ്റ് മാസ്, m0ന് വിളിക്കുന്ന പേരാണ് റെസ്റ്റ് മാസ്, അതും അറിയണം. ആ ബോഡി എത്രത്തോളം വെലോസിറ്റിയിലാണ് പോകുന്നത് എന്നും അറിയണം. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള മാസ് കണ്ടുപിടിക്കാൻ പറ്റും. m is equal to m0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഇത്രയുമാണ് ചാർജും മാസും തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ്.